Namaste children, welcome back to our IT class. Today we can start our second chapter. Chapter 2, parts of a computer. കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അല്ലേ. അപ്പം ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ എന്താ പഠിച്ചത്? കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ആൻഡ് ഇറ്റ് വർക്ക്സ് ഓൺ ഇലക്ട്രിസിറ്റി. അപ്പോൾ കറണ്ടിൽ പ്രവർത്തിക്കുന്ന ഒരു ഇലക്ട്രോണിക് മെഷീനാണ് കമ്പ്യൂട്ടർ എന്ന് നമ്മൾ പഠിച്ചു. പിന്നെ എന്തൊക്കെ പഠിച്ചത് ഫസ്റ്റ് ചാപ്റ്ററിൽ? യൂസസ് ഓഫ് കമ്പ്യൂട്ടർ എവിടെയൊക്കെ ഉപയോഗിക്കുന്നു എന്ന് പഠിച്ചു. ആൻഡ് ദെൻ വി സ്റ്റഡീഡ് ഡിഫറെൻറ്റ് ഫീച്ചേഴ്സ് ഓഫ് എ കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്തൊക്കെയാണ്, അതുമാണ് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചത്. ഇൻ ദിസ് ചാപ്റ്റർ വി ക്യാൻ സ്റ്റഡി ദ ഡിഫറെൻറ്റ് പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടറിൻ്റെ ഭാഗങ്ങളെക്കുറിച്ച് പഠിക്കാം. ഇൻ അവർ ബോഡി കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ്, ഇസ്ൻ്റ് ഇറ്റ്? നമ്മുടെ ബോഡിയിൽ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ടല്ലേ. ഏതൊക്കെ വിചാർദേ? ഹെഡ്, നിങ്ങൾക്കറിയാമല്ലോ, ഹെഡ്, ഐസ്, നോസ്, മൗത്ത്, ears, hands, leg, etc. These parts help us to do different tasks. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. ഈ ഡിഫറെൻറ്റ് പാർട്സ് എല്ലാം ഓരോ ഡിഫറെൻറ്റ് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്, ഓരോ ജോലി ചെയ്യാനായിട്ടാണ് നമ്മുടെ ശരീരത്തിൽ ഉള്ളത്. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഐസ് ഹെൽപ്പ് us to see. ഐസ് എന്തിനാ സഹായിക്കുന്നത്? ഹെൽപ്പ് us to see. നോസ് ഹെൽപ്പ് us to സ്മെൽ അറിയാൻ വേണ്ടിയിട്ട് നോസ്. ഇയേഴ്സ് ഹെൽപ്പ് us to ഹിയർ, കേൾക്കാൻ വേണ്ടിയിട്ട് ഇയേഴ്സ്. ദെൻ ഹാൻഡ്സ് ഹെൽപ്പ് us to ഡു ആക്ടിവിറ്റീസ്, റൈറ്റിംഗ് ആൻഡ് ഡു സം ആക്ടിവിറ്റീസ്, കൈയുടെ ഉപയോഗം. ആൻഡ് ദെൻ ഹാൻഡ്സ് ഹെൽപ്പ് us to വാക്ക്. ലെഗ്സ് ഹെൽപ്പ് us to വാക്സ്. ലെഗ്സ് എന്തിനാണ്? നടക്കാൻ വേണ്ടിയിട്ട് അല്ലേ. അപ്പം ഐസ് ഹെൽപ്പ് us to സീ, നോസ് ഹെൽപ്പ് us to സ്മെൽ, ഇയേഴ്സ് ഹെൽപ്പ് us to ഹിയർ ദ സൗണ്ട്, ഹാൻഡ്സ് ഹെൽപ്പ് us to ഡു ഡിഫറെൻറ്റ് ആക്ടിവിറ്റീസ്, ഡ്രോയിങ്, റൈറ്റിംഗ്, എക്സെട്ര, ആൻഡ് കുക്കിംഗ്, എക്സെട്ര. ആൻഡ് ലെഗ്സ് ഹെൽപ്പ് us to വാക്കിംഗ്. ലൈക്ക്വൈസ് കമ്പ്യൂട്ടർ ഈസ് മേഡപ്പ് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ്. കമ്പ്യൂട്ടറിനും ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. ദീസ് ഡിഫറെൻറ്റ് പാർട്സ് വർക്ക് ടുഗദർ. കമ്പ്യൂട്ടറിനും ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. ആ ഡിഫറെൻറ്റ് പാർട്സ് വർക്ക് ടുഗദർ. ആ ഡിഫറെൻറ്റ് പാർട്സ് എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യും. ആൻഡ് ദീസ് ഡിഫറെൻറ്റ് പാർട്സ് ഹെൽപ്പ് ദ കമ്പ്യൂട്ടർ ടു ഡു ഡിഫറെൻറ്റ് ടാസ്ക്. നമ്മൾ പഠിച്ചില്ലേ, കമ്പ്യൂട്ടറിൻ്റെ ഫീച്ചറിൽ പഠിച്ചല്ലോ, കമ്പ്യൂട്ടർ ഡു മെനി തിങ്സ് at same time. That is the features of computer, multitask അല്ലേ. കമ്പ്യൂട്ടർ ഒരു മൾട്ടി ടാസ്കിങ് ആണെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ ഒരുപാട് കാര്യങ്ങൾ ഒരേ സമയത്ത് തന്നെ കമ്പ്യൂട്ടറിന് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ കമ്പ്യൂട്ടറിന് ഡിഫറെൻറ്റ് പാർട്സ് ഉണ്ട്. കമ്പ്യൂട്ടർ കൺസിസ്റ്റ് ഓഫ് ഡിഫറെൻറ്റ് പാർട്സ് ആൻഡ് ദീസ് പാർട്സ് വർക്ക് ടുഗദർ. ഈ പാർട്സ് എല്ലാം ഒരുമിച്ച് വർക്ക് ചെയ്യും. ആൻഡ് ദീസ് പാർട്സ് ഹെൽപ്പ് ദ കമ്പ്യൂട്ടർ ടു ഡു ഡിഫറെൻറ്റ് ടാസ്ക് ഓർ മൾട്ടി ടാസ്ക്. Okay, then we can see which are the different parts of a computer. Listen, this is monitor. This is a personal computer and different parts. This is a personal computer, otherwise it is called simply computer. Personal computer no alle computer no നമുക്ക് പറയാം. അപ്പം this figure shows a personal computer and its parts. But this one is monitor, this is keyboard, this is CPU, this is mouse, this is speaker, and this is mic. So what is this? You say, what is this? This is monitor. M-O-N-I-T-O-R. This is monitor. Say with me. M-O-N-I-T-O-R. Monitor. Second one, keyboard. K-E-Y, keyboard, B-O-A-R-D, keyboard. Second part, K-E-Y, keyboard, B-O-A-R-D. രണ്ടാമത്തെ പാർട്ട് ഏതാ? കീബോർഡ്. ഫസ്റ്റ് വൺ മോണിറ്റർ, സെക്കൻഡ് കീബോർഡ്. ആൻഡ് CPU, this one CPU.
CPU എഴുതുമ്പോഴേ എല്ലാ ലെറ്ററും ക്യാപിറ്റൽ ലെറ്ററിൽ തന്നെ എഴുതണം. സ്മോൾ ലെറ്റർ എഴുതുകയേ ചെയ്യരുത്. സെൻട്രൽ പ്രോസസ്സിംഗ് യൂണിറ്റ് CPU. CPU. Then this one mouse. 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 Then speaker. 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 What is the spelling of speaker? SPEAKER. Speaker. Then sixth one, mic or microphone. 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 These are the different parts of a computer. ഏതൊക്കെയാണ്? മോണിറ്റർ, കീബോർഡ്, CPU, mouse, speaker and microphone. Okay, once more say with me. Monitor, keyboard, CPU, mouse, speaker and microphone. But ഈ ആറെണ്ണം ഉണ്ടെങ്കിലും only the 4 main parts we will study. Okay, നമുക്ക് 4 പാർട്സ് മാത്രമേ പഠിക്കാനുള്ളൂ. അപ്പം which are the 4 main parts എന്ന് ചോദിച്ചാൽ ഏതൊക്കെ പറയാം? Which are the 4 main parts? Monitor, keyboard, CPU and mouse. Speaker നിങ്ങൾക്ക് ഇപ്പം തൽക്കാലം പഠിക്കണ്ട. സ്പീക്കർ വേണ്ട. ആ ഡിഫറെൻറ്റ് പാർട്സ് ആണെങ്കിലും സ്പീക്കർ വേണ്ട. സ്പീക്കർ ആൻഡ് മൈക്രോഫോൺ. സ്പീക്കറും മൈക്രോഫോണും നിങ്ങൾക്ക് ഈ ചാപ്റ്ററിൽ പഠിക്കുകയില്ല. അത് ഡിഫറെൻറ്റ് കമ്പ്യൂട്ടറിൻ്റെ പാർട്ട് ആണെന്ന് നിങ്ങൾ ഓർത്ത് വെച്ചേക്കുക. അപ്പം വിച്ച് ആർ ദ ഫോർ മെയിൻ പാർട്സ് ഓഫ് എ കമ്പ്യൂട്ടർ? മോണിറ്റർ, കീബോർഡ്, CPU and mouse. Say which are the 4 main parts of a computer? കമ്പ്യൂട്ടറിൻ്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങൾ ഏതൊക്കെയാണ്? മോണിറ്റർ. Say with me. മോണിറ്റർ, കീബോർഡ്, മൗസ് ആൻഡ് CPU. ഇനി നമുക്ക് CPU ഒരു എന്താണ് CPU എന്ന് നമ്മൾ ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചല്ലോ. വാട്ട് ഈസ് CPU ഓഫ് ദ കമ്പ്യൂട്ടർ? കമ്പ്യൂട്ടറിൻ്റെ എന്താണ് CPU? CPU is the brain of the computer. It is the very important part of the computer and it is called the brain. What is CPU? CPU is the brain of the computer. Say with me. CPU is the brain of the computer. Computer brain എന്ന് പറയുന്നത് ഏതാണ്? CPU. Full form Central Processing Unit. Then ഇതിനൊരു എന്ത് ഷേപ്പിലാണ് ഉള്ളത് ഈ CPU? ഇതിൻ്റെ ഷേപ്പ് പറയാമോ? CPU ലുക്ക് ലൈക്ക് എ ബോക്സ്. CPU ലുക്ക് ലൈക്ക് ഒരു ബോക്സ്, ഒരു പെട്ടി പോലെയല്ലേ കാണുന്നത്? അപ്പം CPU ലുക്ക് ലൈക്ക് എ ബോക്സ്. ദെൻ മോണിറ്റർ ലുക്ക് ലൈക്ക് എ TV. മോണിറ്റർ എങ്ങനെയാണ് കാണപ്പെടുന്നത്? TV പോലെയാണ് കാണപ്പെടുന്നത്. നമ്മൾ ഫസ്റ്റ് ചാപ്റ്റർ പഠിച്ചപ്പോഴേക്കും ടീച്ചർ പിക്ചേഴ്സ് കാണിച്ചു തന്നു. ദിസ് വൺ ഈസ് മോണിറ്റർ, ദിസ് വൺ ഈസ് മോണിറ്റർ. മോണിറ്റർ ലുക്ക് ലൈക്ക് എ TV. ഓക്കെ. ദെൻ കീബോർഡ്, CPU, mouse, speaker and microphone. അപ്പം CPU look like a box. Then monitor look like a TV. Monitor look like a TV. Monitor look like a TV. CPU എന്താണ്? CPU look like a box. BOX. ഒരു പെട്ടി പോലെയാണ് CPUൻ്റെ ഷേപ്പ്. അപ്പോൾ CPU ലുക്ക് ലൈക്ക് എ ബോക്സ്. BOX ബോക്സ്. മോണിറ്റർ ലുക്ക് ലൈക്ക് എ TV ആൻഡ് മൗസ് ലുക്ക് ലൈക്ക് എ റിയൽ മൗസ്. മൗസ് അതിന് എലിയുടെ ഷേപ്പാണ്, അതുകൊണ്ടാണ് ആ പേര് തന്നെ കിട്ടിയത്. അപ്പം മൗസ് ലുക്ക് ലൈക്ക് എ റിയൽ മൗസ്. യഥാർത്ഥ മൗസിനെ പോലെയാണ് അതിൻ്റെ ഷേപ്പ്. ഓക്കെ. Then we can study the more about these parts in the next class. Once more we will discuss the points. Today എന്താണ് നമ്മൾ പഠിച്ചത്? Computer is made up of different parts. Which are the parts? Monitor. Which are the 4 main parts of the computer? Monitor, keyboard, mouse and CPU. പിന്നെ നമ്മൾ എന്ത് പഠിച്ചു? CPU is the brain of the computer അല്ലേ? CPU is the brain of the computer. പിന്നെ എന്താ പഠിച്ചത്? അതിൻ്റെ ഷേപ്പുകൾ പഠിച്ചു അല്ലേ? മോണിറ്റർ ലുക്ക് ലൈക്ക് എ TV. CPU look like a box. Then mouse look like a real mouse. Okay. Then take your notebook and
Write down chapter 2, parts of a computer. Draw this. Chapter 2, parts of a computer, and draw the figure of personal computer. Write down new words from this chapter. Write down new words. Monitor, M-O-N-I-T-O-R, monitor. Monitor, one column full എഴുതണം, ഒരു കോളം നിറച്ചെഴുതുക. Monitor, then CPU, CPU, then keyboard, K-E-Y, keyboard, B-O-A-R-D. കീബോർഡ് ചേർത്തെഴുതണം, രണ്ട് വേർഡായിട്ട് എഴുതരുത്. KEY, കീബോർഡ്, KEYBOARD, കീബോർഡ് ഒരു സിംഗിൾ വേർഡാണ്. ദെൻ മൗസ്, MOUSE, മൗസ്, BRAIN, brain. Once more, MONITOR, monitor. Then next word CPU, CPU, keyboard, 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 MOUSE, mouse, and BRAIN, brain. Okay. Next day we will study these parts briefly. Okay, thank you.